Hi students, welcome to Civil Tips PSC. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സിമൻറ്റ് എന്ന പോർഷനിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബോക്സ് കോമ്പൗണ്ട്. ബോക്സ് കോമ്പൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാകുന്ന ഒരു പോർഷനാണ് ഈ ഒരു ബോക്സ് കോമ്പൗണ്ട് എന്നത്. നമുക്ക് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇന്ന് നമുക്ക് ഈ ഒരു ചെറിയൊരു ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ബോക്സ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോക്സ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ 4 കോമ്പൗണ്ട് ഉണ്ടല്ലേ, അത് എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? എന്തിൻ്റെ സെറ്റിംഗ് ടൈമിലാണ് ഫോം ചെയ്യുന്നത്? സിമൻറ്റിൻ്റെ സെറ്റിംഗ് ടൈമിലാണ്. അതായത് സിമൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റിംഗ് ആക്ഷൻ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ ഒരു 4 കോമ്പൗണ്ട് ഫോം ചെയ്യും. ആ 4 കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ബോക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ദ സെറ്റിംഗ് ആക്ഷൻ ഓഫ് സിമൻറ്റ് ഈസ് മെയിൻലി ഗവേൺഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് 4 കോമ്പൗണ്ട് നോൺ ആസ് ബോക്സ് കോമ്പൗണ്ട്. ഈ ഒരു 4 കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതിലൂടെയാണ് സിമൻറ്റിൻ്റെ സെറ്റിംഗ് ആക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇതിലൊരു ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ബാക്കിയുള്ള സിമൻറ്റിന് ഇതിൻ്റെയൊക്കെ ആ ഒരു വാല്യൂസിലും ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. പിന്നെ അതുപോലെ ഇത് സിമൻറ്റിൻ്റെ കാര്യമാണ്, സിമൻറ്റ് കോൺക്രീറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്. സിമൻറ്റിൻ്റെ സെറ്റിംഗ് ആക്ഷനെ പറ്റിയുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു 4 കോമ്പൗണ്ട് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. C3A. ആദ്യത്തേതാണ് C3A, രണ്ടാമത്തത് C4AF, മൂന്നാമത്തത് C3S, നാലാമത്തത് C2S. ഇത് C എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാൽസ്യം ആണല്ലോ, കാൽസ്യം. അതുപോലെ A എന്ന് പറഞ്ഞാൽ അലുമിന. A എന്ന് പറഞ്ഞാൽ അലുമിന. അപ്പോൾ C3A എന്ന് പറഞ്ഞാൽ എന്താണ്? C3A എന്ന് പറഞ്ഞാൽ ട്രൈ കാൽസ്യം അലുമിനേറ്റ്. ആ ഒരു പേര് നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്. C എന്ന് പറഞ്ഞാൽ കാൽസ്യം, A എന്ന് പറഞ്ഞാൽ എന്താണ്? A എന്ന് പറഞ്ഞാൽ അലുമിനയാണ്. സോ C3 ആണ് ട്രൈ കാൽസ്യം അലുമിനേറ്റ്. അതുപോലെയാണ് C4AF. C4AF എന്ന് പറഞ്ഞാൽ ടെട്രാ കാൽസ്യം അലുമിനോ ഫെറൈറ്റ്. C4AF എന്ന് പറഞ്ഞാൽ ടെട്രാ കാൽസ്യം അലുമിനോ ഫെറൈറ്റ്. അതുപോലെ C3S എന്ന് പറഞ്ഞാൽ എന്താണ്? S എന്ന് പറഞ്ഞാൽ സിലിക്കേറ്റ് ആണ്. സോ ട്രൈ കാൽസ്യം സിലിക്കേറ്റ്. ട്രൈ കാൽസ്യം സിലിക്കേറ്റ്. ദെൻ നാലാമത് C2S ആണ്. C2S എന്ന് പറഞ്ഞാൽ ഡൈ കാൽസ്യം സിലിക്കേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു 4 കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു 4 കോമ്പൗണ്ട് അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അതിനു മുന്നേ ഈ ഒരു OPC ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റിൻ്റെ സെറ്റിംഗ് ആക്ഷൻ, അതായത് അതിൻ്റെ സ്ട്രെങ്ത് വരുന്നത് 3 days സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 3 days സ്ട്രെങ്തിൽ 3 days അതിൻ്റെ ഒരു 40% സ്ട്രെങ്ത് ആണ് അറ്റൈൻ ചെയ്യുന്നത്. 3 days 40% സ്ട്രെങ്ത് ആണ് അറ്റൈൻ ചെയ്യുന്നത്. ഇനി 28 days ആണെങ്കിലോ 28 days അത് 70% സ്ട്രെങ്ത് ആണ് അറ്റൈൻ ചെയ്യുന്നത്. ഇനി 1 year ആകുമ്പോഴൊക്കെയാണ് 1 year ആകുമ്പോഴൊക്കെയാണ് 90% സ്ട്രെങ്ത് അത് അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 3 days ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റിൻ്റെ കാര്യമാണ്. 3 days 40% സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും. 28 ദിവസത്തിൽ 70% സ്ട്രെങ്ത് അത് അറ്റൈൻ ചെയ്യും. അതുപോലെ 1 year ആകുമ്പോഴാണ് ആ ഒരു 90% സ്ട്രെങ്തും അത് അറ്റൈൻ ചെയ്യുന്നത്. സ്ട്രെങ്തിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്ട്രെങ്തിൻ്റെ കാര്യമാണ് പറയുന്നത്, ഈ ഒരു പെർസെൻറ്റേജ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. C3A ആദ്യം പറയുന്നതാണ്. C3A ഏതാണത്? ട്രൈ കാൽസ്യം അലുമിനേറ്റ്. ട്രൈ കാൽസ്യം അലുമിനേറ്റ്. അതിൻ്റെ മറ്റൊരു പേരുണ്ട് സിലൈറ്റ്. സിലൈറ്റ് എന്നും അതിനെ പറയുന്നു. ഈ ഒരു ട്രൈ കാൽസ്യം അലുമിനേറ്റിനെ സിലൈറ്റ് എന്നും പറയുന്നു. അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ 860 J/g ആണ്. ഇതിൽ ഈ ഒരു 4 കോമ്പൗണ്ടിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നമ്മുടെ C3A ആണല്ലേ, ട്രൈ കാൽസ്യം അലുമിനേറ്റ് അല്ലെങ്കിൽ സെലൈറ്റിനാണ് എന്താണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഏറ്റവും കൂടുതലുള്ളത്. 860 J/g ആണ് അതിനുള്ളത്. അത് ഇവിടെ പറയുന്നത് ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. അതുപോലെ ഈ ഒരു ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ
ഈ ഒരു സിമെൻറ്റിൻ്റെ ആ ഒരു സെറ്റിംഗ് ആക്ഷൻ ടൈമിൽ ഹീറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യം ഫോം ചെയ്യുന്ന കോമ്പൗണ്ടാണ് നമുക്ക് C3A എന്നറിയാം. സോ അതിന് നമ്മൾ പറയുന്നതാണ് ഇനിഷ്യൽ സെറ്റിംഗ് അല്ലെങ്കിൽ ഫ്ലാഷ് സെറ്റിംഗ് അല്ലെങ്കിൽ ക്വിക്ക് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് എന്താണ്? ഫ്ലാഷ് സെറ്റിംഗ് അല്ലെങ്കിൽ ഇനിഷ്യൽ സെറ്റിംഗ് അല്ലെങ്കിൽ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റിനൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരുന്നത് സെലൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രൈക്കാൽസ്യം അലുമിനേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ C3A എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു C3A നമുക്ക് ആദ്യമാണ് ഫോം ചെയ്യുന്നത് പറഞ്ഞു. അതായത് ആ ഒരു സെറ്റിംഗ് ആക്ഷനൊക്കെ തുടങ്ങി ഒരു 24 മണിക്കൂറിനുള്ളിൽ ഈ ഒരു C3A ഫോം ചെയ്യും. ഓക്കെ, 24 മണിക്കൂറിനുള്ളിൽ ഈ ഒരു C3A ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ ഓർഡറിലാണ് ഞാനത് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, C3Aയിലെ മറ്റൊരു നെയിം എന്താണ്? സെലൈറ്റ്. ഓക്കെ, സെലൈറ്റ് എന്ന് പറയാം, അതുപോലെ ട്രൈക്കാൽസ്യം അലുമിനേറ്റ് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് ഓർമ്മിക്കാനായിട്ട് സ്ട്രെങ്ത് നമ്മൾ അലുമിനിയം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കിക്ക് സെറ്റിങ്ങിനാണ് നമ്മൾ അലുമിനിയം യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ആ ഒരു ടൈമിലോട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ട്രൈക്കാൽസ്യം അലുമിനേറ്റ് എന്ന് പറഞ്ഞാൽ കിക്ക് സെറ്റിംഗ് ഓഫ് സിമെൻ്റ് ആണ്. അതുപോലെ ഫ്ലാഷ് സെറ്റിംഗ്, അതുപോലെ ഇനിഷ്യൽ സെറ്റിംഗ്, ഈ ഒരു ടൈമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആൻസറായിട്ട് വരുന്നത് C3A അല്ലെങ്കിൽ ട്രൈക്കാൽസ്യം അലുമിനേറ്റ് അല്ലെങ്കിൽ സെലൈറ്റ് എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്തതാണ് C4AF. ഓക്കെ, C4AFലോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ടെട്രാ കാൽസ്യം അലുമിനോഫെറൈറ്റ്. ഓക്കെ, ടെട്രാ കാൽസ്യം അലുമിനോഫെറൈറ്റ് ആണ്. അതിൻ്റെ മറ്റൊരു പേരാണ് ഫെലൈറ്റ്. ഈ ഒരു ഫെലൈറ്റ് അത് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, ഇപ്പോൾ C4AF എന്ന് പറഞ്ഞാൽ ടെട്രാ കാൽസ്യം അലുമിനോഫെറൈറ്റ് ആണ്. അതിന് ഫെലൈറ്റ് എന്ന് പറയാം. അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എത്രയാണ്? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ 420 ജൂൾ പെർ ഗ്രാം ആണ്. ഓക്കെ, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എത്രയാണ്? 420 ജൂൾ പെർ ഗ്രാം ആണ്. അതിന് നമുക്ക് ആ ഒരു ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ അല്ലാതെ വേറെ പോയിന്റ്സ് ഒന്നുമില്ല. പൂർ സിമെൻറ്റിംഗ് വാല്യൂ എന്നൊരു പോയിന്റ്സോടെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഓക്കെ, C4AFൽ പൂർ സിമെൻറ്റിംഗ് വാല്യൂ എന്നൊരു പോയിന്റോടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം C3S. ഓക്കെ, C3S എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈ കാൽസ്യം സിലൈറ്റ്. ഓക്കെ, C3S എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈ കാൽസ്യം സിലൈറ്റ് ആണ്. അതിനെ നമ്മൾ എലൈറ്റ് എന്ന് പറയാം. ഓക്കെ, എലൈറ്റ് എന്ന് പറയാം. അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് 500 ആണ്. 500 ജൂൾ പെർ ഗ്രാം ആണ്. ഓക്കെ, C3Sൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് 500 ജൂൾ പെർ ഗ്രാം ആണ്. ബെസ്റ്റ് സിമെൻറ്റിംഗ് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരുന്നത്? C3S ആണ്. ഓക്കെ, ബെസ്റ്റ് സിമെൻറ്റിംഗ് വാല്യൂ ഉള്ളത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C3S ആണ്. ഓക്കെ, C3S ആണ്. ഇത് സ്ട്രെങ്തിനെയാണ്. ഓക്കെ, ഇമ്പാർട്സ് ഇനിഷ്യൽ സ്ട്രെങ്തിനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനിഷ്യൽ സ്ട്രെങ്തിലാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ C3S നമുക്കറിയാൻ പറ്റും. എടുക്കാം, അത് സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്നത്. S എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് എന്ന് ഓർമ്മിക്കുക. C3A എന്ന് പറഞ്ഞാൽ നമുക്ക് അലുമിനിയാണ്. അത് കിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി ആണല്ലേ. സോ ആ ഒരു രീതിയിൽ നിങ്ങളത് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് ഫോം ചെയ്യുന്നതാണ് C2S. ഓക്കെ, C2S ഡൈക്കാൽസ്യം സിലിക്കേറ്റ് ആണ്. അതിനെ നമ്മൾ ബെലൈറ്റ് എന്ന് പറയാം. ഓക്കെ, ഡൈക്കാൽസ്യം സിലിക്കേറ്റ് ആണ്. അതിനെ നമ്മൾ ബെലൈറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതിൽ ഈ ഒരു C3S അതായത് ട്രൈക്കാൽസ്യം സിലിക്കേറ്റും ഒരു 7 ദിവസത്തിനുള്ളിലൊക്കെയാണ് ഇത് ഫോം ചെയ്യുന്നത്. ഓക്കെ, 7 ദിവസത്തിനുള്ളിലാണ് ഈ C3S ഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ കണ്ട C4AFും ഒരു 24 അവേഴ്സിനുള്ളിലൊക്കെ തന്നെയാണ് ഫോം ചെയ്യുന്നത്. അതായത് ആദ്യത്തത് C3Aയും C4AFും ഈ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഫോം ചെയ്യും. ഇനി C3S ആണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ഫോം ചെയ്യും. ഓക്കെ, 7 ദിവസത്തിനുള്ളിൽ ഫോം ചെയ്യും. ഇനി ലാസ്റ്റ് ഫോം ചെയ്യുന്ന C2S. ഓക്കെ, C2S ആണെങ്കിൽ ഈ ഒരു 7 ദിവസം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞാണ് ഫോം ചെയ്യുന്നത്. അത് ഒരു 1 ഇയർ ഒക്കെ എടുക്കും. 7 ദിവസം കഴിഞ്ഞിട്ട് 1 ഇയർ വരെയൊക്കെ എടുക്കും ഈ ഒരു C2S ഫോം ചെയ്യാനായിട്ട്. ഓക്കെ, അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 260 ജൂൾ പെർ ഗ്രാം ആണ് C2Sൻ്റെ
എന്താണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത്. അത് ഫൈനൽ സ്ട്രെങ്ത്. ഓക്കെ, ഇനിഷ്യൽ സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞു ഏതാണ്? ഇനിഷ്യൽ സ്ട്രെങ്തിന് C3s ആണ്. ഫൈനൽ സ്ട്രെങ്ത് പറയുന്നത് C2s ആണ്. അതുപോലെ ഫൈനൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രോഗ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയാം, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്നൊക്കെ പറയാം. ഓക്കെ, ഈ ഒരു 3 പോയിന്റ്സും ഓർമ്മിച്ച് വെച്ചിരിക്കുക, ഈ ഒരു 3 വേർഡ്സും. ഓക്കെ, ഫൈനൽ സ്ട്രെങ്ത്, അതുപോലെ പ്രോഗ്രസീവ് സ്ട്രെങ്ത്, അതുപോലെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് C2s ബെലൈറ്റിനെയാണ്, അല്ലെങ്കിൽ ഡൈക്കാൽസ്യം സിലിക്കേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാൻ മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ടോപ്പിക്ക് ക്ലാസ് സെപ്പറേറ്റ് വേണമെങ്കിൽ കമൻറ്റ് അതേത് ടോപ്പിക്കാണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത് നോക്കേണ്ടതാണ് ഡിക്രീസിങ്ങൾ. ഓക്കെ, അതിനു മുന്നേ ഈ ഒരു C3s അതുപോലെ C2sൽ ഏകദേശം ഒരു 70 മുതൽ 80% വരെ സിമ്മൻറ്റിലുണ്ടാവും. ഓക്കെ, ഈ ഒരു C3sഉം C2sഉം അതാണ് നമുക്ക് C3s എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്ട്രെങ്ത് ആണ്, C2s എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്ട്രെങ്ത് ആണ്. ഓക്കെ, ഈ ഒരു രണ്ട് കോമ്പൗണ്ട്സും, ഓക്കെ, ഈ ഒരു രണ്ട് കോൺസ്റ്റിറ്റ്യൂൻസും എബോ ഒരു 70 to 80% ഒക്കെ ഈ സിമ്മൻറ്റിൽ അത് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ ആ ഒരു ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ ഓർഡറാണ്. ഞാനിതിൽ എഴുതിയിരിക്കുന്നത് ഡിക്രീസിങ് ഓർഡറാണ്. ഓക്കെ, ഡിക്രീസിങ് ഓർഡറാണ് ഞാനിതിൽ എഴുതിയിരിക്കുന്നത്. ഡിക്രീസിങ് ഓർഡർ ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മറ്റൊരു പേരിൽ പറയാം റേറ്റ് ഓഫ് ഹീറ്റ് എവല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, എന്തോന്ന് പറയാം? റേറ്റ് ഓഫ് റേറ്റ് ഓഫ് ഹീറ്റ് എവല്യൂഷൻ, അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, ഡിക്രീസിങ് ഓർഡർ ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയാം. അതിൽ ആദ്യത്തേതാണ് ഏതാ? ആദ്യത്തേതാണ് C3a. ഓക്കെ, C3a. അതുപോലെ അടുത്തത് വരുന്നത് C3s ആണ്, C4af, C2s. ഓക്കെ, ഈ ഒരു ഓർഡറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കറിയാം ഡിക്രീസിങ് ഓർഡർ ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ്. ഡിക്രീസിങ് ഓർഡർ ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ്. അപ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുതലുള്ളത് ഏതാണ്? നമുക്ക് ആ വാല്യൂസ് നോക്കിയാൽ അറിയാം. ഏറ്റവും കൂടുതലുള്ളത് C3aക്കാണ്, അത് 860 ജൂൾ പെർ ഗ്രാം ആണല്ലേ. ദെൻ അടുത്ത് വരുന്നത് C3s ആണ്. C3sന് 500 ആണ്, 500 ജൂൾ പെർ ഗ്രാം ആണ്. അതുപോലെ അടുത്ത് വരുന്നത് C4af ആണ്. C4afന് 420 ജൂൾ പെർ ഗ്രാം ആണ്. ദെൻ ലാസ്റ്റ് വരുന്നത് C2s ആണ്, അതിന് എത്രയാണ്? 260 ജൂൾ പെർ ഗ്രാം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ ആ ഒരു വാല്യൂസ് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ ഈ ഒരു ഡിക്രീസിങ് ഓർഡർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ ഒരു ഡിക്രീസിങ് ഓർഡറിന് നമുക്ക് എന്തെന്ന് പറയാം? റേറ്റ് ഓഫ് ഹീറ്റ് എവല്യൂഷൻ എന്നും പറയാം. ഓക്കെ, റേറ്റ് ഓഫ് ഹീറ്റ് എവല്യൂഷൻ എന്നും പറയാം. ഇനി ദെൻ അടുത്ത് പറയുന്നത് ഡിക്രീസിങ് ഓർഡർ ഓഫ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ്റെ ഡിക്രീസിങ് ഓർഡറാണ്. അതിൽ ആദ്യം വരുന്നത് C3s ആണ്, ദെൻ C2s ആണ്, ദെൻ C3a ആണ്, ദെൻ C4af ആണ്. അതായത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഏറ്റവും കുറവുള്ളത് ഏതിനാണ്? C4af ആണ്. ഏറ്റവും കൂടുതലുള്ളത് C3sനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു C3sഉം C2sഉം ഏകദേശം എത്രയുണ്ട്? 70% അതുണ്ടാവും. 70 മുതൽ 80% സിമെൻറ്റിൽ അതുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. C2s, C3s. ഓക്കെ, ഏറ്റവും കൂടുതലുള്ളത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഏറ്റവും കൂടുതൽ C3sനാണ്. ദെൻ രണ്ടാമതാണ് C2s വരുന്നത്. അടുത്ത് മൂന്നാമത് C3a ആണ്. C4af ആണ് ലാസ്റ്റ് വരുന്നത്. അതിൻ്റെ ആ ഒരു ഓർഡറോടെ നമുക്ക് നോക്കാം. എലൈറ്റ്, ബെലൈറ്റ്, സെലൈറ്റ്, ഫെലൈറ്റ്. ഇത് പഠിക്കാനായിട്ട് ABCF എന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ എലൈറ്റ്, ബെലൈറ്റ്, സെലൈറ്റ്, ഫെലൈറ്റ്, ABCF ആ ഒരു കോഡ് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് ഡിക്രീസിങ് ഓർഡർ ഓഫ് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ്. ഡിക്രീസിങ് ഓർഡർ ഓഫ് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ്. ഇത് രണ്ടും മാറിപ്പോവല്. അതായത് ഈ ഡിക്രീസിങ് ഓർഡർ ഓഫ് റേറ്റ് ഓഫ് ഹൈഡ്രേഷനും അതുപോലെ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ മാറിപ്പോകല്, രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പോൾ ഡിക്രീസിങ് ഓർഡർ ഓഫ് റേറ്റ് ഓഫ് ഹൈഡ്രേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ C4af ആദ്യം വരും, ദെൻ C3a, ദെൻ C3s, C2s. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കാണാതെ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. കാരണം ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകാറുണ്ട്. ഈ ഒരു ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനും അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് എവല്യൂഷനും അതുപോലെ റേറ്റ് ഓഫ് ഹൈഡ്രേഷനും തമ്മിൽ മാറിപ്പോകാറുണ്ട്. ഓക്കെ,
ഇവിടെ കണ്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു റേറ്റ് ഓഫ് ഹൈഡ്രേഷനിൽ നമ്മൾ C4AFനെയാണ് ആദ്യം എഴുതിയതല്ലേ. റേറ്റ് ഓഫ് ഹൈഡ്രേഷനിൽ നമ്മൾ C4AFനെയാണ് നമ്മൾ ആദ്യം എഴുതിയത്. എന്നാൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനിൽ നമ്മൾ ഏതാണ് എഴുതിയത്? C3A ആണല്ലേ. C3A ആണ് നമ്മൾ ആദ്യം എഴുതിയത്. അതിന് കാരണം അവിടുത്തെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ റേറ്റാണ് നമ്മൾ ഈ ഒരു ഡിക്രീസിങ് ഓർഡർ ഓഫ് റേറ്റ് ഓഫ് ഹൈഡ്രേഷനിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഒരു C4AFന് റിയാക്ഷൻ റേറ്റ് കൂടുതലാണ്. C4AFന് റിയാക്ഷൻ റേറ്റ് കൂടുതലാണ്. പക്ഷേ നമുക്കറിയാം ജിപ്സത്തിൻ്റെ പ്രസൻസ് ഉണ്ടല്ലോ. ജിപ്സത്തിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ജിപ്സം അതിനെന്ത് ചെയ്യും? റിട്ടാർഡ് ചെയ്യും. ഓക്കെ, C4AFനാണ് റിയാക്ഷൻ റേറ്റ് കൂടുതലുള്ളത്. എന്നാൽ ജിപ്സത്തിൻ്റെ പ്രസൻസ് അവിടെ ഉള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആ ജിപ്സം അതിനെ റിട്ടാർഡ് ചെയ്യും. സോ C3A ആദ്യം വരും. ഓക്കെ, അങ്ങനെയാണ് C3A ഈ ഒരു ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനിൽ C3A ആദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ഓർമ്മിച്ചിരുന്നാൽ മതി. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഒരു ബോക്സ് കോമ്പൗണ്ട് എന്താണ്, അതിൻ്റെ ആ ഒരു 4 കോമ്പൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജ്, അത് എപ്പോഴൊക്കെയാണ് ഫോം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു C3Aയും C4AFും ഒരു 24 മണിക്കൂറിനുള്ളിലൊക്കെ തന്നെ ഫോം ചെയ്യും. അതുപോലെ C3S ആണെങ്കിൽ ഒരു 7 ഡേയ്സിനുള്ളിൽ ഫോം ചെയ്യും. ദെൻ C2S ആണെങ്കിലാണ് ഏറ്റവും ലാസ്റ്റ് ഫോം ചെയ്യുന്നത്. മേ ബി അത് 1 year ഒക്കെ എടുക്കും ഫോം ചെയ്യാൻ. അതുപോലെ ഈ പറഞ്ഞ പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. 3 days കൊണ്ട് 40% സ്ട്രെങ്താണ് അത് അറ്റൈൻ ചെയ്യുന്നത്. 28 days കൊണ്ട് 70% സ്ട്രെങ്താണ് അത് അറ്റൈൻ ചെയ്യുന്നത്. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻ്റ് ആണ്. ദെൻ 1 year കൊണ്ടാണ് 90% സ്ട്രെങ്ത് അത് അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത് പറഞ്ഞതുപോലെ ഈ ഒരു ഡിക്രീസിങ് ഓർഡർ, അതുപോലെ അത് തമ്മിൽ മാറിപ്പോകല്ലേ. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, അതുപോലെ ഡിക്രീസിങ് ഓർഡർ ഓഫ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ, അതുപോലെ ഡിക്രീസിങ് ഓർഡർ ഓഫ് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇവിടെ നിങ്ങൾ ഓർമ്മിക്കുക, ഈ ഒരു പെർസെൻറ്റേജ് കോമ്പോസിഷനിൽ C3Sഉം C2Sഉം കൂടെയാണ് ഏകദേശം ഒരു 70 മുതൽ 80% വരുന്നത്. ഓക്കെ, 70 മുതൽ 80% വരുന്നത് C3Sഉം C2Sഉം കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് ഇതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.